സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ സാറ് നമ്മളോടൊപ്പമുണ്ട്. സാറ് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ആയിരിക്കുന്നത്? അച്ഛനോടുള്ള അത്രയും ആത്മബന്ധം നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? അച്ഛനുമായിട്ട് ഒരു 2-3 തലമുറകളുടെ ഒരു ബന്ധം എനിക്കുണ്ട്. കാരണം ഒന്ന്, അച്ഛന്റെ വീട്, അച്ഛൻ ജനിച്ച് വളർന്ന വീട് തൊടുപുഴ അടുത്ത മുട്ടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്, ശങ്കരപ്പള്ളിയിലാണ്. അപ്പൊ അവിടെ തന്നെയാണ് ഞങ്ങളുടെ അയലോക്കമാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് 2 തറവാടുകളായിരുന്നു. പിന്നെ ഞാൻ ജനിച്ച വർഷമാണ് അച്ഛൻ പാലക്കാട് രൂപതയിലെ പാലക്കം എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിട്ട് വരുന്നത്. ഞാൻ ആ വർഷം ജനിക്കുന്നത്. അച്ഛനാണ് ഞങ്ങളുടെ മലയോര കുടിയേറ്റ മേഖത്തുനിന്ന് പാലക്കാട് തന്നെ ഏറ്റവും വലിയൊരു ദേവാലയമൊക്കെ പണിതത്. അന്ന് ആ കാലത്ത് അവിടുത്തെ കൈക്കാരനായിരുന്നു എന്റെ വല്യപ്പനും എന്റെ അപ്പനൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല, അച്ഛൻ 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ഒരിക്കലും അവിടെ അച്ഛന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആറാണ്, ആറ്റിൽ കുളിക്കാൻ കസിൻസിനൊപ്പം പോവുകയും ആ വെള്ളത്തിൽ അല്പം ഒലിച്ചുപോയി. ആ സമയത്ത് എന്റെ വല്യപ്പൻ പറമ്പിലുണ്ടായിരുന്ന അദ്ദേഹമാണ് ചാടി അച്ഛനെ രക്ഷിക്കുന്നൊക്കെ. അപ്പൊ അത് അന്ന് തൊട്ടുള്ള ഒരു ബന്ധമുണ്ട് അച്ഛന് ഞങ്ങളുമായിട്ട്, പനശ്ശിക്കൽ പള്ളിവാദത്തിൽ 2 കുടുംബങ്ങൾ. അപ്പൊ അത് ഒരു കാരണം. പിന്നെ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ഞങ്ങളുടെ അടുത്തുള്ള 3ാമത്തെ തലമുറയാണ് അച്ഛനെ സംബന്ധിച്ചിട്ട് ഞാൻ. അപ്പൊ 3ാമത്തെ തലമുറയിൽപ്പെട്ട ഞാനും അച്ഛനും ഒക്കെ ഒന്നിച്ച് ഒരേ മേഖലയിൽ, ഒരേ ശുശ്രൂഷ മേഖലയിൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള ബന്ധം. അച്ഛന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് എഴുതുന്നത് ഈ പാലക്കയം ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയത്താണ്. കാരണം ആ പാട്ടിൽ ഓരോ വരികളും ആ ദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച്, അപ്പം പുലരിയില് വിളിച്ചുണർത്തുന്ന പ്രകൃതിയെ പറ്റിയിട്ടും കാട്ടാറുകളെ പറ്റിയിട്ടും പുഴകളെ പറ്റിയിട്ടൊക്കെ അച്ഛൻ എഴുതിയേക്കുന്നെല്ലാം അച്ഛന്റെ അന്നത്തെ താമസം അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അത്ര മനോഹരമായിട്ട് ആ പാട്ട് എഴുതിയത്. പിന്നീട് അച്ഛന്റെ ലാസ്റ്റ് പാട്ട് നമ്മൾ അല്പസമയം ഇവിടെ മുമ്പ് പാടിക്കേട്ടു. ആ പാട്ട് അച്ഛൻ ലിറിക്സ് എഴുതി കഴിഞ്ഞപ്പം അച്ഛൻ ഒരു ദിവസം തിരുവനന്തപുരത്ത്, ഞാൻ ഓഫീസിലുണ്ട്, എന്നെ വിളിപ്പിച്ചു. അച്ഛൻ തിരുവനന്തപുരത്തെ ഹൗസിലായിരുന്നു, പട്ടപ്പാറ ഹൗസിൽ. ഞാൻ പോയി അച്ഛനിത് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതൊരു യാത്രാ പറച്ചിലായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു പാട്ടില്ല, ഇതെന്റെ അവസാനത്തെ പാട്ടാണ്, ഇനി അങ്ങോട്ടില്ല, ഇനി നന്നായിട്ടൊന്ന് ട്യൂൺ ചെയ്യണം, മ്യൂസിക് ഇടണം. ആ പാട്ടാണ് ഇവിടെ നമ്മൾ പാടി കേട്ടത്. അങ്ങനെ ഒരു ബന്ധമാണ് ഏതാനും ദിവസം. പിന്നെ അച്ഛന്റെ വീട്ടുകാരുമായിട്ടും നല്ല ഒരു ബന്ധം, അതിനപ്പുറത്ത് ഒരു ആത്മീയ പിതാവ്. നമ്മള് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, മരണം എന്ന് പറയപ്പെടുന്നത് ഒരു നല്ലതല്ല, ചീത്തയാന്ന് പറയും. ശരിയാണ്, മരണം ഒരിക്കലും ഒരു നന്മയല്ല. കാരണം ഒരു ദൈവത്തിന്റെ ജന്മമാണല്ലോ നമ്മള്, ദൈവം തന്ന ജീവൻ നഷ്ടപ്പെടുന്നതാണല്ലോ. എന്നാൽ നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗത്തിലേക്കുള്ള കവാടം അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള കവാടം എന്ന നിലയിൽ ഒരു നീതിമാനെ സംബന്ധിച്ചിട്ട് മരണം അനുഗ്രഹമാണ്. ആ മനുഷ്യന്റെ, നീതിമാനെ സംബന്ധിച്ചിട്ട് മരണമാണ് അദ്ദേഹത്തെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റുന്നത്. തീർച്ചയായിട്ടും അച്ഛനെ സംബന്ധിച്ചിട്ട് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അച്ഛന്റെ മരണം അച്ഛനെ സംബന്ധിച്ചിട്ട് ഒരു അനുഗ്രഹമാണ്. കാരണം അച്ഛന്റെ ശരീരം മാത്രമേ അച്ഛൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. നമ്മൾ അതിനോർത്ത് മാത്രം നമ്മൾ വേദനിക്കുന്നത്. അച്ഛന്റെ ആത്മാവ് ഈ നാട്ടിലുണ്ട്. അച്ഛന്റെ തൂലികയിലൂടെ വന്ന 700-ലധികം പാട്ടുകൾ, അതെല്ലാം ഈ കേരള മണ്ണുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വിശ്വാസമോ ഉള്ളിടത്തോളം കാലം അത് ഇങ്ങനെ നമ്മുടെ ചെവികളിലും നമ്മുടെ അധരങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പൊ അച്ഛൻ നിത്യത ജീവിക്കുക. ഒരു വിശുദ്ധന്റെ പ്രത്യേകത എന്താ? വിശുദ്ധൻ മരിക്കുന്നില്ല. കാരണം വിശുദ്ധൻ ചെയ്ത നന്മകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വിശുദ്ധൻ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതേ അവസ്ഥയിലാണ് അച്ഛൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ അവിടെ നിൽക്കുമ്പോഴും, ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോഴും എന്റെ മനസ്സിൽ എനിക്കൊട്ടും വേദനയില്ല. അച്ഛന്റെ ശരീരം വിട്ടു പോകുന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മളോട് സംസാരിക്കില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ആകുലത ഉണ്ടെന്നല്ലാതെ എനിക്ക് വേറൊരു വിഷമവുമില്ല. കാരണം അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, നിത്യതയുടെ കവാടം കടന്നുപോയ ഒരു നീതിമാന്റെ സ്വർഗത്തിലുള്ള ജനനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, സന്തോഷിക്കുക വേണ്ടത്. പ്രത്യേകിച്ചും അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി. അച്ഛനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് തന്ന ദൈവം തെരഞ്ഞെടുത്ത പനശ്ശിക്കൽ കുടുംബത്തോടും അതോടൊപ്പം തന്നെ സന്യാസ സമൂഹത്തോടും മിനിസ്റ്റേഷൻ കോൺഗ്രിഗേഷനോടും ഒക്കെ ഉള്ള നന്ദിയും ഈ സമയത്ത് നമുക്ക് അർപ്പിക്കണം. കാരണം അവർ കൊടുത്ത സ്വാതന്ത്ര്യവും എല്ലാമാണ്, അവർ വളർത്തിയ രീതികളും മുന്നോട്ട് നയിച്ചതൊക്കെയാണ് ഇന്ന് അച്ഛനെ നമ്മൾ ഈ രീതിയിൽ ബഹുമാനിക്കാൻ, ഇവിടെ വരുന്ന ജനസമൂഹത്തെ കാണുമ്പോൾ നമുക്കറിയാലോ അതിന് കാരണം. അത് ഞാനിന്നിവിടെ ആയിരിക്കാനുള്ളൊരു കാരണം ഇത് മാത്രമാണ്, വേറൊന്നുമല്ല. അതെ, അച്ഛനെ പോലെ വിശുദ്ധനായ ഒരു വൈദികനെ നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ നന്ദിയുള്ളവരായിരിക്കാം.